അധ്യാപികയുടെ ഒറ്റ ചലഞ്ചിലൂടെ മൊബൈലിനോട് നോ പറഞ്ഞ് വിദ്യാർത്ഥികൾ. കുതുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ KP അമൃതയാണ് നോ മൊബൈൽ ചലഞ്ചിലൂടെ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മൊബൈലിന്റെ ലോകത്തു നിന്ന് മുക്തരാക്കിയത്. എല്ലാരും മൊബൈലിൽ കളിക്കലില്ലേ? എന്തൊക്കെയാ കളിക്കല്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഷോർട്സ് കാണും, പിന്നെ വീഡിയോ, യൂട്യൂബ് വീഡിയോ. ഓക്കെ, ആരെങ്കിലും ഗെയിം കളിക്കലുണ്ടോ? ഒരു ദിവസം ബസ്സിൽ പോകുമ്പം പുറത്തെ കാഴ്ചകളൊന്നും കാണാതെ ഒരു കുട്ടി മൊബൈലിൽ നോക്കിയിരിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണേ, മൊബൈലിൽ നോക്കിയിരിക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നെ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടിയായിരുന്നു നോക്കി. ഒരു 4-5 ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടി എത്രമാത്രം അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത്. ക്ലാസ്സിലാണെങ്കിലും കുട്ടികൾക്ക് ഈ അറ്റൻഷൻ കിട്ടുന്നില്ല. കുറച്ച് സമയം ക്ലാസ്സിൽ ശ്രദ്ധിക്കും, പിന്നെ പെട്ടെന്ന് അവരെ അറ്റൻഷൻ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഇങ്ങനെ ഒരു ഇത് പറ്റുമോ, നമുക്ക് നോ മൊബൈൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ മൊബൈൽ ചലഞ്ച് ചെയ്തപ്പോൾ മക്കൾക്കുണ്ടായ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാതെ തന്നെ അവർ ഫോൺ അവിടെ എടുക്കുന്നില്ല. മറ്റൊന്നാണ് വീട്ടിൽ വന്ന് ആദ്യം തന്നെ ഫോൺ വേണമെന്ന് പറയും. ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്കൊരു വാശിയും ദേഷ്യവും ഇണ്ടാതെ പോയിരിക്കുക. ഇപ്പം തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ കളിക്കണ്ടേ എന്നുള്ള ചിന്തയിലാണ് വരുന്നത്. അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അത് പറഞ്ഞുകൊണ്ട് അവർക്ക് ദേഷ്യമൊന്നുമില്ല. അവർക്ക് കാര്യം പറയുമ്പോൾ തന്നെ ഫോണ് കാണുമ്പോൾ ഇങ്ങനെ നോക്കിയാലും വേണ്ടാന്ന് സ്വയം തന്നെ തോന്നുന്നത്. നമ്മൾ വീട്ടിൽ മറ്റെപ്പോഴും ഫോൺ വെക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് പറയേണ്ടി വരുന്നില്ല. ടീച്ചർ അത് ചെയ്തുകൊണ്ട് അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫോണ് നിർത്തി. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അമൃത ടീച്ചർ എടുത്ത് പറയേണ്ടതുണ്ട്. 1ാം ക്ലാസ്സിൽ ഇതേതായാലും 100% സക്സസ് ആയി. ഇനി 2ലേക്കും 3ലേക്കും 4ലേക്കും LP വിഭാഗത്തിലേക്ക് ഇതൊന്ന് ചെയ്തു നോക്കാൻ ഞാൻ മറ്റ് ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറുടെ ഈ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള തീരുമാനം വളരെ നല്ലതാണ്. പിന്നെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം കുട്ടികളുടെ മുന്നിൽ തോറ്റിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ നിന്ന് തന്നെ ഫോണ് വേണ്ട എന്നൊരു അഭിപ്രായം കുട്ടികളിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഒരു നല്ലൊരു മെസ്സേജ് കൂടിയാണ് ടീച്ചർ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ പാസ് ചെയ്തത്.